പാട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾ കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രാവിലെയല്ല, ഒരു വൈകുന്നേര സമയത്തെ എയർപോർട്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് രാത്രിയിലത്തെ എയർപോർട്ടാണ്. എനിക്ക് ആക്ച്വലി വൈകിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അത് ഈ വീഡിയോയുടെ മിഡിൽ പാർട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ആ പാർട്ട് എത്തുമ്പോഴത്തേക്കും ഞാൻ പറയാം. അപ്പോൾ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ തിരിച്ചു പോവുകയാണ്. എന്തോ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ ടു മീ. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഇത് എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ, രണ്ടാമത്തെ പ്രാവശ്യം. എനിക്ക് അത്രയ്ക്ക് എക്സ്ട്രീം ലെവൽ ഹാപ്പിനെസ് ഉള്ളൊരു മൊമെൻ്റ് ആയതുകൊണ്ട് കേട്ടോ, നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എല്ലാവരും തിരിച്ച് പോവുകയാണ്. ഞാൻ കുറച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ ആനയാണ് ഈ ആന. അപ്പോൾ ഓളും വന്നിട്ടുണ്ട്. അപ്പോൾ ഓളെ കണ്ടപ്പോൾ എനിക്കെന്തോ വലിയ സന്തോഷം തോന്നി. ഓള് കൂടെ വരാണ്ടിരുന്നപ്പോൾ എന്തോ നമുക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. ആന എനിക്ക് നേരിട്ട് പരിചയം വരുന്നത് എങ്ങനെയാണ്? നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ എന്തോ ഓള് പേടിച്ച് അങ്ങനെ ഇടഞ്ഞു നിന്നപ്പോൾ എന്തോ പാവം തോന്നി, കൂടെ വരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ തോന്നി. പക്ഷെ ഇവിടെ വന്ന് ഓളെ കണ്ടപ്പോൾ എനിക്കെന്തോ വലിയ സന്തോഷം തോന്നി. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എയർപോർട്ടിലെ കാഴ്ചകൾ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് നിങ്ങൾ കണ്ട എയർപോർട്ടല്ല ഇപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ എനിക്കും സന്ധ്യാസമയത്തുള്ളതായിരുന്നു ഇഷ്ടപ്പെട്ട ആ വ്യൂ. ഫോട്ടോ എടുക്കുമ്പോഴാവട്ടെ കാണാനാവട്ടെ ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു. നൈറ്റും അടിപൊളിയാണ്, എന്നാലും എനിക്ക് നൈറ്റ് ഇഷ്ടമാണ്. നൈറ്റാണ് എനിക്ക് പൊതുവെ ഇഷ്ടം. പക്ഷേ എനിക്ക് ഈ ഒരു എയർപോർട്ടിൻ്റെ വ്യൂവിൽ എനിക്ക് നൈറ്റല്ല, രാവിലെ കയറിയിട്ടില്ല, വൈകിട്ടാണ്, സന്ധ്യാസമയമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെ മനോഹരമായിരുന്നു. രാത്രിയും ലൈറ്റുകളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് റൺവേ ഇരിക്കുന്നത്. എന്നാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് വൈകുന്നേരമാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേരെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് പോകുന്നത്. നമ്മൾ അമ്പലത്തിനകത്ത് കയറി തൊഴുതിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ഒപ്പമായിരുന്നു. ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആനയുടെ ഒപ്പമായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ തിരിച്ചു പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറി ഭഗവാന്റെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിയതിന് ശേഷം നമ്മൾ ഓട്ടോമേൽ അല്ലെങ്കിൽ ബസ് കിട്ടുകയാണെന്ന് ബസ്സിന്മേൽ എന്തെങ്കിലും പോയി ജംഗ്ഷനിൽ ഇറങ്ങി പിന്നെ അതിനുശേഷം നമ്മുടെ ത്രിവിക്രമംഗലം ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന ആനയുടെ എഴുന്നള്ളിപ്പിൻ്റെ കൂടെ വരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ അകത്തോട്ട് അലൗഡ് അല്ല. സോ നിങ്ങൾക്ക് പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് ഫോൺ ഞാൻ കൗണ്ടറിൽ കൊടുത്തിട്ട് നെക്സ്റ്റ് ഒരു പാർട്ടിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യും. ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ ഉള്ള എഴുന്നള്ളിപ്പിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പം ത്രിവിക്രമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. നിങ്ങൾക്കറിയാം അവിടെ ഫോൺസ് അലൗഡ് അല്ല. സോ പുറത്ത് ഫോൺ കൊടുത്തിട്ടായിരിക്കും അകത്ത് തൊഴാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി കാഴ്ചകളെല്ലാം ഉടനെ തന്നെ അടുത്ത ലാസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് വരും. ആരും വിഷമിക്കേണ്ട, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി യു. എൻ്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരോട് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, പ്ലീസ് ലൈക്ക് മൈ വീഡിയോ, പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വൈച്ചൂസിൻ്റെ